ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി സൺഡേ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 200 താഴെ മേടിക്കാൻ പറ്റിയ 10 സ്റ്റോക്കിലാണ്. അപ്പോൾ ഉടൻ തന്നെ ടാർഗറ്റിൽ എത്താൻ സാധ്യതയുള്ള നല്ല സ്റ്റോക്കിലാണ്, ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കിലാണ്. അപ്പോൾ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി സ്റ്റോക്ക് വാല്യുവേഷൻ, ഫണ്ടമെൻ്റൽ, അതുപോലെ ടെക്നിക്കലൊക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ സ്റ്റോക്കിലെല്ലാം തന്നെ മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഫസ്റ്റ് ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ സൊമാറ്റോ 157 ട്രേഡ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ഒരു ഫുഡ് ബേസ്ഡ് അല്ലെങ്കിൽ ആപ്പ് ബേസ്ഡ് അഗ്രിഗേറ്ററിൽ ഫസ്റ്റ് ഇ കോമേഴ്സ് ആപ്പിൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 157 ട്രേഡ് ചെയ്യുന്നു. 160 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 174 വരെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 200 താഴെ നല്ലൊരു സ്റ്റോക്കാണ്. ടെക്നിക്കലി നല്ലൊരു ബുള്ളിഷ് ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് സൊമാറ്റോ. ദെൻ നെക്സ്റ്റ് L&T ഫിനാൻസ് ഹോൾഡിങ്സ് ലിമിറ്റഡ് 174 ട്രേഡ് ചെയ്യുന്നു. 183 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 168 വയ്ക്കുക. ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ഫിനാൻസ് സെക്ടറിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ഉള്ള ഒരു സ്റ്റോക്കാണ്. നിങ്ങളും കൂടി ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക. നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കാണ്. സോ തീർച്ചയായിട്ടും ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ദെൻ ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് നെക്സ്റ്റ് സ്റ്റോക്ക്. പല വീഡിയോസിലും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞൊരു സ്റ്റോക്കാണ്. സോ 107 ട്രേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടാർഗറ്റ് 112, 116 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് 102 വയ്ക്കുക. സോ ഇതെല്ലാം ബിഗിനേഴ്സ് ഫ്രണ്ട്ലി സ്റ്റോക്കാണ്. നിങ്ങൾ 200 താഴെ നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. 8th പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ 4th സ്റ്റോക്ക് ഫെഡറൽ ബാങ്ക് 165 ട്രേഡ് ചെയ്യുന്നു. 172 ഫസ്റ്റ് ടാർഗറ്റ്, 178, 180 മാക്സിമം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 158 വയ്ക്കുക. നല്ല ബുള്ളിഷ് മൊമെൻറ്റം വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക്. ദെൻ 5th സ്റ്റോക്ക് PNB പഞ്ചാബ് നാഷണൽ ബാങ്ക് 130 കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 155 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 117 ഇന്ത്യ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നല്ലൊരു മൊമെൻറ്റം, ബുള്ളിഷ് മൊമെൻറ്റം ഉള്ള സ്റ്റോക്കാണ്. ടെക്നിക്കലി കൊള്ളാം. ആൻഡ് പബ്ലിക് സെക്ടറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ 2nd പ്ലേസിൽ വരുന്നു. ഫിനാൻഷ്യലി നല്ലൊരു ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. FI ഹോൾഡിങ്സ് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ 6th സ്റ്റോക്ക് ഗുജറാത്ത് പിപ്പാവറ്റ് പോർട്ട് 198 ട്രേഡ് ചെയ്യുന്നു. സൂൺ 200 റീച്ച് ആവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 210, 215 ആ ഒരു റേഞ്ച് പോകാൻ സാധ്യതയുണ്ട്. ദെൻ സിറ്റി യൂണിയൻ ബാങ്കാണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 140 ട്രേഡ് ചെയ്യുന്നു. 160 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റോക്കാണ് സിറ്റി യൂണിയൻ ബാങ്ക്. നിങ്ങളും കൂടി ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക. വാല്യുവേഷൻ കറണ്ട് പ്രൈസ് നോക്കുമ്പോഴത്തേക്ക് PE വളരെ കുറവായിട്ടുണ്ട്. നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കാണ്. ഓക്കെ, പിന്നെ പ്രൈവറ്റ് ബാങ്കിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. ദെൻ ദേവയാനി ഇൻ്റർനാഷണൽ 8th സ്റ്റോക്ക്. സോ ഒരു ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റിൽ 2nd പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. 159 കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 170, 200 രണ്ട് ടാർഗറ്റാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ക്വിക്ക് സർവീസിനൊക്കെ എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് 9th സ്റ്റോക്ക് റെഡിങ്ടൺ 197 ട്രേഡ് ചെയ്യുന്നു. 200 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 206, 246 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. സോ ട്രേഡിംഗ് സെക്ടറിൽ 3rd പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് ഇത്. And last but not least,
ജംന ഓട്ടോ ഇൻഡസ്ട്രീസ് 118 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 123 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 135 ആ ഒരു ടാർഗറ്റിൽ എത്താൻ സാധ്യതയുള്ള ഈ ഒരു ഓട്ടോ ആൻസിലറീസിൽ വരുന്ന സ്റ്റോക്കാണ്. ലാസ്റ്റ് പ്ലേസിൽ ഫിനാൻഷ്യലി നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 10 സ്റ്റോക്കിലാണ് 200 റുപ്പീസിൽ താഴെ ബിഗിനേഴ്സിന് നല്ല മേടിക്കാൻ പറ്റിയ സ്റ്റോക്ക്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിലാണ് ബെറ്റർ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻട്രാഡേ കോൾസ് അതുപോലെ ഡെലിവറി കോൾസ് ലൈവായിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടും. ഞാൻ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ടെക്നിക്കൽ, അതുപോലെ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടും പിന്നെ ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഒരു 50 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.